ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. കൂലി ഇനി വരാനിരിക്കുന്ന ലോകേഷ് സിനിമകളിൽ ഏറ്റവും ആദ്യത്തേതാണ് കൂലി. അതിനുശേഷം ബാക്കിയുള്ള സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ നമുക്കറിയാം. ഒരുപക്ഷെ ഇനിയിപ്പോ വരാനിരിക്കുന്ന മൊത്തം സിനിമ നമ്മൾ എടുത്താൽ അത് തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ ഒരു ലോകേഷ് പടം വരിക എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു പ്രത്യേകത ഭയങ്കരം തന്നെയാണ്. ഓൾറെഡി ഇവർ ഇത് എൽസിയിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും രജനീകാന്തിന്റെ ഒരു സ്റ്റൈലും സ്വാഗും അറിയാലോ. ആദ്യം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രജനീകാന്തിന്റെ സ്റ്റൈൽസ് ഇപ്പോഴും അതേ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അത് സ്ക്രീനിൽ വരുമ്പോൾ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിന്റെ ആ പെർഫോമൻസും എനർജിയും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഭയങ്കരമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലോകേഷ് ഇദ്ദേഹത്തിനെ ഡയറക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരുപക്ഷെ വിക്രമും മറ്റുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായകന്മാരായി വന്നപ്പോഴും പലരും ആഗ്രഹിച്ചിട്ടുള്ളതുമാണ് രജനീകാന്തിനെ അദ്ദേഹത്തിന്റെ ഫ്രെയിമിലൂടെ ഒന്ന് കാണാൻ കഴിയണം എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന സിനിമയിൽ ഒന്നാണ് കൂലി എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ പുള്ളിക്കാരന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നൊരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 56 സെക്കൻഡ്, ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് നേരമുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. സൗണ്ട് ഏത്ത് ദേവ വരാർ സെലിബ്രേറ്റ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വിട്ടുപോയി. ഹാപ്പി ബർത്ത്ഡേ തലൈവരെ. കുറച്ച് ലേറ്റ് ആയി പോയി, ക്ഷമിക്കുമല്ലോ. റെഡി. കലാനിധിമാരൻ ഹാപ്പി ബർത്ത്ഡേ തലൈവാ. ആരെന്തൊക്കെ പറഞ്ഞാലും കേട്ടോ, അത് ലോകേഷിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് എന്നുള്ള ഒരു പരിപാടി ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്കൊക്കെ അറിയുന്ന പോലെ ഉലകനായകൻ കമൽഹാസനാണ് അദ്ദേഹത്തിന്റെ ഫാൻ ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പുള്ളി ഇതിപ്പോ ലൈവായിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെയും വരാൻ പോകുന്ന ഒരു ഫാൻ ബോയ് സംഭവം തന്നെ ആയിരിക്കും. കാരണം രജനീകാന്തിനെ പോലെ ഒരാളെ കയ്യിൽ കിട്ടുമ്പോൾ മാക്സിമം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗ്, അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈല്, അത് ആ ഒരു എനർജി, അത് മാക്സിമം എത്രമാത്രം കിട്ടും അത്രയും എടുത്തിട്ട് ഒരു പെർഫോമൻസ് മുന്നിലേക്ക് തരിക എന്നുള്ളത് തന്നെയായിരിക്കും ഉറപ്പായിട്ടും ലോകേഷ് ശ്രമിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതിലത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ തുടക്കത്തെ ആ സാധനം ആ ഒരു ഭയങ്കര രസമുണ്ട് അത്. പിന്നെ ഇതിന്റെ സ്റ്റൈലുണ്ട്. എനിക്ക് ആ ഡാൻസ്, ആ ഷോൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇടണേ ഉള്ളൂ. ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് ഇടുന്നു, കറക്കിയിട്ട് ഇങ്ങനെ തിരിച്ചിടുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ ആ ഒരു അലൈൻമെന്റ് എന്ന് പറയുമോ അതിന്, എന്താ പറയാ, ആ ഒരു സംഭവം കറക്റ്റ് ആയപ്പോഴേ എല്ലാവരും ചോദിച്ചു ആ സീനൊക്കെ എന്താ രസം. പിന്നെ പുള്ളിയെ ലാസ്റ്റ് ഇങ്ങനെ നടക്കുന്ന സാധനം, രജനി വേറെ ലെവൽ. പുള്ളിന്റെ ഓരോ സിനിമകളിലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവാറുണ്ട്. പക്ഷെ ചില സിനിമകൾ കാണുമ്പോൾ, വളരെ റയർ ആയിട്ട് ചില സിനിമകൾ കാണുമ്പോൾ തോന്നാറുണ്ട് ഈ ഒരു മനുഷ്യനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലല്ലോ. സ്പെഷ്യൽ ആയിട്ടൊന്നും തരണ്ട, പുള്ളിക്കാരൻ കാലങ്ങളായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ വൃത്തിക്ക് തന്നാൽ ഇപ്പോഴും അത് ആസ്വദിക്കാൻ ആരാധകരുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പുള്ളിയുടെ നടത്തം, മുടി, ഇതിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ഒരു 99 അല്ലെങ്കിൽ 95% സിനിമകൾ എന്തായാലും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് കഥകളോ അല്ലെങ്കിൽ അതിലെ മറ്റു സംഭവങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇപ്പോൾ രജനീകാന്ത് തന്നെ എന്നാൾ പറയുണ്ടായി, നമ്മുടെ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, പുള്ളിന്റെ പേരിന് കിട്ടുന്നില്ല. പുള്ളിന്റെ കൂടെ ഒരു ദളപതിന്റെ ഡയറക്ടറുടെ പേരാണ് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, സുഹാസിനിയുടെ ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ പറയാൻ കിട്ടുന്നത്. അയ്യോ, മണിരത്നത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അഭിനയിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് നടക്കൂല, നമ്മൾ നേരെ വരുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, കുറച്ച് ഡയലോഗ് അടിക്കുന്നു, ചിരിക്കുന്നു, ഈ പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെ അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ കമൽഹാസനെ വിളിച്ചു ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പുള്ളിക്കൊരു സ്ഥിരം പരിപാടികൾ ഉണ്ട്, അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇത് റിപ്പീറ്റ് കണ്ടത് തന്നെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് ഒരു പക്ഷേ ഏറ്റവും കുറവ്
കേട്ടിട്ടുള്ള നടനായിരിക്കും രജനീകാന്ത്. കാരണം ഇന്നത്തെ തലമുറയും പഴയ ആളുകളാണെങ്കിലും ഒരു രജനി പടത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഒരു കാരണം അല്ലെങ്കിൽ ഇത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് തന്നെ രജനി ഫാക്ടർ. അത് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ സ്ക്രീനിൽ കാണുക, എൻജോയ് ചെയ്യുക, പോരുക. അതെന്തൊക്കെയാ? സ്റ്റൈല്, നടത്തം, ഡയലോഗ് ഡെലിവറി, ഹാ 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 ചിരി, അതിന്റെ കുറെ സാധനങ്ങളുണ്ട്. അത് പുള്ളിക്കാരൻ ആ നടത്തം കണ്ടല്ലോ, ഇത് കോട്ടൊക്കെ ടട്ടാങ് ആ സാധനം ആ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എഴുതി കാണിക്കുന്ന പോലും അത് ഇവിടെ ഒരു ഡിഫറെന്റ് കൊണ്ടുവരുമോ എന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നുള്ളത് ആ ബ്ലൂ LED പോലത്തെ പരിപാടി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് അതിനൊരു യുണീക്ക് ഫാൻസ് ഉണ്ട്, അതിന് തനി ഫാൻസ് എടുക്കുന്ന പറയുന്നത് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. ഞാൻ പേഴ്സണലി രജനീകാന്ത് പടത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണോ അത് ഈ സിനിമയിലൂടെ കാണണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രജനീകാന്തിനെ തരുന്നതൊന്നുമല്ല. രജനീകാന്തിന്റെ ഒരു മാക്സിമം സാധനമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല 90 കിഡ്സ് എസ്പെഷ്യലി, ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. ഈ പടയപ്പ, അതുപോലെ ഭാഷ, ഈ സിനിമയൊക്കെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടാകും ഒരുപാട് തവണ. ഞാനും അവനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ വേറൊരു പടം കൂടി ഉണ്ട്, എനിക്ക് ആ പടം പല ആൾക്കും വലിയ ഇഷ്ടമല്ല. ബാബ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇതൊക്കെ കുറെ വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഇപ്പോഴും പുള്ളി അത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അത്തരം റേഞ്ചിൽ എത്തുന്ന ഒരു പടം പിന്നീട് വന്നില്ല. പക്ഷെ എനിക്ക് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത് ഭയങ്കരമായിട്ട് കിട്ടിയത് ജയിലറാണ് എന്റെ ഓർമ്മയിൽ. ജയിലർ ഒരു വൻ സംഭവമായിരുന്നു. അപ്പൊ എന്താണ് പുതുമ എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രസന്റേഷൻ ഭയങ്കരമായിട്ട് വരുന്നു. ഈ കാലത്തെ സംവിധായകര് പുതുമയാർന്നിട്ടുള്ള രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു. അതിൽ രജനീകാന്ത് വരുന്നു, പുള്ളിന്റെ മാക്സിമം തരുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഉള്ള സംവിധായകരിൽ ഒരുപക്ഷെ ഏറ്റവും സ്റ്റൈലിഷ് ആയി, ഏറ്റവും പവർഫുൾ ആയി, ഏറ്റവും ഭീകരമായിട്ട് രജനീകാന്തിന്റെ ഒരു വേർഷൻ കാണിക്കാൻ ഏറ്റവും കെൽപ്പുള്ള സംവിധായകരിൽ ഒരാളാണ് തീർച്ചയായിട്ടും നമ്മുടെ ലോകേഷ് കനകരാജ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ കാണിക്കാൻ കഴിവുള്ള ഒരാളാണ് കാർത്തിക് സുബ്ബരാജ്. ബാക്കിയുള്ളവരൊക്കെ അടിപൊളി സംവിധായകരെയാണ്. ഞാൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അടി മാസ് തോക്കൊക്കെ എടുത്ത് 2 വെറ്റൊക്കെ പൊട്ടിച്ച് ചോര കളി ഉണ്ടല്ലോ, അത് ഞാൻ രജനീകാന്തിന്റെ ഒരു പെർഫോമൻസിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇതിൽ കാണുന്നു, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇനിയും പറഞ്ഞ രജനീകാന്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം പുള്ളി അത്രയും നമ്മളെ എന്താ പറയാ, നമ്മളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ തലപതി വിജയ്, മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ ഒരുപാട് നടന്മാരുണ്ടാവും, ഹിന്ദിയിലാണെങ്കിൽ നമുക്ക് ഹൃതിക് റോഷൻ, അങ്ങനെ കുറെ ആൾക്കാരെ പേഴ്സണലി എനിക്ക് പറയാനുണ്ടാവും. എന്നാൽ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന, ഞാൻ കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് രജനീകാന്ത്. അത് മിക്ക ആൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൂലി വരട്ടെ, പാക്കലാം.